താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് ദീപം ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വ്യായാമം ചെയ്യുന്നതിനായി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സൂപ്പർ ഫിറ്റ് മസാജർ സമ്മാനിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി മണ്ഡലം വൈസ് പ്രസിഡന്റ് KV ഉമേഷ്, അധ്യാപകരായ ജിൻസി, മിനി, ആയുർവേദ ഡോക്ടർ രാജേന്ദ്രൻ നടേപ്പിള്ളി എന്നിവർക്ക് ഉപകരണം കൈമാറി. കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് ദീപം ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വ്യായാമം ചെയ്യുന്നതിനായി സൂപ്പർ ഫിറ്റ് മസാജർ സമ്മാനിച്ചു. നമ്മുടെയൊക്കെ മക്കൾ ഓടിക്കളിച്ചും അതിൽ മറ്റ് പല സംരംഭങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി മറ്റ് സ്വയം അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണെന്ന കുട്ടികൾ. കാരണം ചെറിയ വൈകല്യങ്ങൾ അവരെ ബാധിച്ചതുകൊണ്ട് അവർക്ക് മറ്റുള്ള കുട്ടികളെ പോലെ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അതിന് അവരെ ആ നിലയ്ക്ക് ഉയർത്തിക്കൊടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു സ്കൂളുകളൊക്കെ നമ്മുടെ കേരളത്തിലെമ്പാടും ഉള്ളത്. പ്രത്യേകിച്ചും ഇതിൻ്റെ ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ സ്ഥലം ദാനമായി നൽകിയാണ് നാരായണ നായർ. അങ്ങേരെ ഒരു ഗാന്ധിയനാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെയൊക്കെ ഈ വിലമതിക്കാനാവാത്ത സംഭാവന ഇത്തരം കുട്ടികൾക്ക് വളരെ മുതൽക്കൂട്ടാണ്. ഈ അവസരത്തിൽ അത് ഓർക്കുകയാണ്. പിന്നെ അതേപോലെ അധ്യാപകർ, ശരിക്കും ഈ അധ്യാപകരല്ല ഇവർ പെറ്റമ്മയല്ല ഒന്നുള്ളൂ, ഒരു പോറ്റമ്മയാണ്. കാരണം അവരുടെ ആ കുറവുകൾ കണ്ടുകൊണ്ട് തന്നെ അവരത്തരത്തിൽ പരിചരിക്കാനും അവരെ സംരക്ഷിക്കുവാനും അവരെ കൂടെ നിൽക്കാനും അവർക്കുള്ള ആ കൊടുത്തിട്ടുള്ള എന്താ പറയുക ആയുസ്സാരോഗ്യമൊക്കെ നമുക്ക് എന്നും ഒരു പ്രചോദനമാണ്. കാരണം ആ ടീച്ചർമാരുടെ അത്തരത്തിലുള്ള പെരുമാറ്റം വരും തലമുറയ്ക്ക് തന്നെ ഒരു മുതൽക്കൂട്ടാണ് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കേരളത്തിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംഘടന ഏറ്റവും വലിയൊരു സംഘടനയാണ്. പക്ഷേ പാറപ്പുറത്ത് ഞങ്ങൾ അംഗങ്ങൾ കുറവാണ്, കാരണം കച്ചവടക്കാർ കുറവാണ്, അതുകൊണ്ട് അംഗസംഖ്യ കുറവാണ്. എങ്കിലും ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചു. കാരണം അശരണർ, നിരാലംബർ, നിത്യരോഗികൾ ഇതൊക്കെ ഈ സമൂഹത്തിൻ്റെ ഭാഗങ്ങളാണ്. അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മളെപ്പോലെ ഓരോരുത്തർക്കും ഉണ്ട്. ഞങ്ങൾ ആദ്യം തീരുമാനിച്ചതെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ കണ്ടൊരു രൂപം ഇത് ഒരു AC ആക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ ടീച്ചറായിട്ട് സംസാരിച്ചപ്പോൾ നമ്മുടെ ജിൻസി ടീച്ചറല്ലേ, ജിൻസി ടീച്ചർ പറഞ്ഞ് ചേട്ടാ അതിലൊക്കെ ഉപരി എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മസാജറുണ്ട്, മസാജ് മെഷീനാണ് വേണ്ടത്, അത് അത്യാവശ്യമാണ്, അത് വാങ്ങിച്ചു വരുമെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ട്രക്ക് അത് കംപ്ലൈൻ്റ് ആണ്, പിന്നെ ഒരു സൈക്കിൾ കംപ്ലൈൻ്റ് ആണെന്നാണ്. അപ്പോൾ ഇത് വാങ്ങാൻ വേണ്ടിയുള്ള ഒരു കമ്പനിയായിട്ട് ഞങ്ങൾ ആദ്യം ധാരണയിലെത്തി. പക്ഷേ അവർക്ക് സാധനം കിട്ടാത്തതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറി. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സാധനം ഇപ്പോൾ കൈമാറുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ വ്യാപാരി വ്യവസായയുടെ ഞങ്ങളുടെ സമ്മേളനം നടന്ന ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങളത് കൈമാറേണ്ടതായിരുന്നു. അന്നതിന് സാധിച്ചില്ല. പക്ഷേ അതുകൊണ്ടുള്ളൊരു ഉപകാരം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ 2 മെഷീനുകളും ഞങ്ങൾക്ക് നന്നാക്കി കൊടുക്കാൻ സാധിച്ചു. അതിലുപരിയായിട്ടെന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയായി ഇത്. കാരണം നമ്മുടെയൊക്കെ മക്കളൊക്കെ എന്നുണ്ടെങ്കിൽ നല്ല തരത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അവരെപ്പോലെ തന്നെ ഇവരും കഴിക്കണം എന്നുള്ളൊരാഗ്രഹം ഞങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം കൂടി കൊടുക്കാനും ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം വൈസ് പ്രസിഡന്റ് KV ഉമേഷ്, അധ്യാപകരായ ജിൻസി, മിനി, ആയുർവേദ ഡോക്ടർ രാജേന്ദ്രൻ നടേപ്പിള്ളി എന്നിവർക്ക് കൈമാറി. അർഹരായ ആൾക്കാർക്ക് ആവശ്യപ്പെട്ട സാധനങ്ങൾ അർഹമായ കൊടുക്കുമ്പോഴാണ് അത് എന്നും ഉപയോഗത്തിലുള്ളതും അവർക്ക് ഏറ്റവും ആരോഗ്യപ്രദമായിട്ടുള്ള ടീച്ചറുടെ ആവശ്യപ്രകാരമാണ് കൊടുത്തത്. അത് ഏത് രീതിയിലും വളരെ മികച്ചതാണ്. ഇതുപോലെയുള്ള ഇവിടെ അതുപോലെ തന്നെ കേടായി കിടന്ന സൈക്കിളുകളും മറ്റുമെല്ലാം നന്നാക്കി കൊടുക്കുകയുണ്ടായി. അവർക്ക് ഏറ്റവും ഉപകാരപ്രദമാണ്. ഇങ്ങനെയുള്ള സന്നദ്ധ സംഘടനകൾ ഇതുപോലെയുള്ള ആവശ്യങ്ങൾ നാട്ടിൽ കണ്ടറിഞ്ഞ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു മനുഷ്യത്വം നമ്മളിൽ ഉണ്ടാകുന്നത്. അതെല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ. തുടർന്നും ഇതുപോലെയുള്ള സൽപ്രവൃത്തികൾ ഈ പാറപ്പുറം കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ പരിധിയിൽ പല ഇതുപോലെ ആവശ്യമുള്ള സ്കൂളുകൾ, അവർക്ക് ആവശ്യമുള്ള ഇതിൽ AC മുതലായ കാര്യങ്ങൾ എല്ലാം ഗ്രാമപഞ്ചായത്തിന് ചെയ്യാൻ പറ്റണമെന്നില്ല. അവർക്ക് പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും അർഹരായിട്ടുള്ള അംഗപരിമിതർക്കും അതുപോലെ മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കൊക്കെ സർക്കാരും
എല്ലാവരും എല്ലാ സന്നദ്ധ സംഘടനകളും കൂടെയുണ്ട്. എങ്കിലും ഏറ്റവും മാതൃകാപരമായിട്ട് ഉമേഷ് ചേട്ടൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള ഒരു സൽപ്രവൃത്തി ചെയ്തതിൽ എൻ്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. ജനറൽ സെക്രട്ടറി റീജോ ആന്റണി അധ്യക്ഷത വഹിച്ചു. മിനി ടീച്ചർ ചടങ്ങിൽ സംസാരിച്ചു. കുട്ടികൾക്കായി പ്രത്യേക സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. കുട്ടികൾക്ക് വളരെയേറെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു മസാജർ മെഷീൻ നമുക്ക് സംഭാവന ചെയ്യുകയുണ്ടായി. വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഇന്ന് അത് കൂടാതെ തന്നെ അവരെല്ലാവരും കൂടെ നമ്മുടെ സ്കൂളിൽ വരികയും നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ട് അവർക്ക് ഇന്നത്തെ ഭക്ഷണം സ്പോൺസർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്.